أعوذ بالله من الشيطان الرجيم إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് യാസീനിലെ 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഓതിക്കളിപ്പിച്ചത്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയതിനു ശേഷം കേവലം മനുഷ്യന്റെ ശരീരത്തിന്റെ അടുക്കലിരുന്ന് ഓതിക്കേൾപ്പിക്കുന്ന ഒരു സൂറത്ത് മാത്രമായി ഈ സൂറത്ത് മാറിയിട്ടുണ്ട്. സൂറത്ത് യാസീൻ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആത്മാവും ശരീരവും കൂടെയുള്ളപ്പോൾ അർത്ഥവും ആശയവും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം. ഏതാനും ഖുത്ബകളിലായി ആത്മാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മരണത്തോടെ ആത്മാവുകൾ പിരിഞ്ഞു പോകുന്നു. പിന്നീട് ആത്മാവുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. കാരണം നമുക്കറിയില്ല, നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയി. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് നമുക്കാർക്കും അറിയില്ല. മരണപ്പെട്ട നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്ത്? നമ്മുടെ ഉപ്പയുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? റൂഹിൻ്റെ അവസ്ഥ എന്താണ്? അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അതല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണോ? നമുക്കാർക്കും പറയാൻ കഴിയില്ല, നമുക്കാർക്കും അറിയുകയുമില്ല. മരണത്തിന് ശേഷം ഈ ആത്മാവുകൾ ബർസഖിലാണ് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് മുഅ്മിനൂൻ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. മരണപ്പെട്ടവർക്ക് ഇനി അവർക്ക് വരാനുള്ളത്, അവരുടെ പിന്നിലുള്ളത് ബർസഖാണ്. ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാരണ നാൾ വരെ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങി മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയതെന്ന് മുതലാണോ? ആദ്യം മരിച്ച വ്യക്തി മുതൽ ഇപ്പോൾ അവസാനമായി ഈ നിമിഷം മരണപ്പെടുന്ന വ്യക്തി, മരിച്ച വ്യക്തി വരെ അവരുടെ ആത്മാവുകൾ ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് ബർസഖ്. ബർസഖ് എന്ന വാക്ക് ഖുർആനിൽ 3 തവണയാണ് ആവർത്തിച്ചത്. 2 തവണ പറഞ്ഞത് ഭൂമിയിൽ കടലുകളിൽ കാണുന്ന, ജലസ്രോതസ്സുകളിൽ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്. ശുദ്ധമായ പച്ചവെള്ളവും ഉപ്പുള്ള കയ്പ് ജലവും അത് കൂടിച്ചേരാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് സൂറത്ത് അർ റഹ്മാനിലും സൂറത്ത് അൽ ഫുർഖാനിലും അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹദാ അദ്ബുൻ ഫുറാത്തുൻ വഹദാ മിൽഹുൻ ഉജാജുൻ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ. അവനാണ് കടലിലെ 2 ഒഴുക്കുകൾ ഒഴുക്കി വിട്ടവൻ. ഒന്ന് അദ്ബുൻ ഫുറാത്ത്, ശുദ്ധമായ പച്ചവെള്ളം, ഉപ്പിന്റെ അംശം പോലുമില്ലാത്ത. മറ്റൊന്ന് മിൽഹുൻ ഉജാജുൻ, അതിശക്തമായ കയ്പുള്ള ഉപ്പ് ജലം. അല്ലാഹു പറയാ വജഅല ബൈനഹുമാ ബർസഖൻ, അതിന് രണ്ടിനും ഇടയിൽ നാം ഒരു മറ വെച്ചിട്ടുണ്ട്, കൂടിച്ചേരാതെ. സൂറത്ത് അർ റഹ്മാനിൽ ബർസഖുൻ ലാ യബ്ഗിയാൻ,
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമിച്ച് കടക്കാൻ പറ്റാത്ത വിധം ഒരു ബർസഖ്, ഒരു മറ വെച്ചിട്ടുണ്ട് എന്നാണ്. ബർസഖ് എന്ന വാക്ക് ഖുർആനിൽ 3 തവണ വന്നപ്പോൾ 2 തവണ വന്നത് ഈ അർത്ഥത്തിലാണ്. 3ാമത്തെ അർത്ഥമാണ് ഞാൻ ഓതിയത് സൂറത്ത് മുഅ്മിനൂലെ വമിൻ വറാഇഹിം ബർസഖുൻ. അപ്പൊ ഒരു മറക്കു പിന്നിലാണ് ബഅസ് വരെയുള്ളത്. ആ മറക്കു പറയുന്ന പേരാണ് ബർസഖ്. മരണപ്പെട്ടവർ പുനരുദ്ധാരണ നാളെ വരെ ബർസഖിലാണുള്ളത്. എന്നാൽ ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ ഇതിന്റെ പേരിൽ, ഈ ആത്മാവുകളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പറയേണ്ടി വരുന്നത് നമ്മുടെ ഈമാനിനെയും തഖ്വയെയും ഖുശൂഇനെയും നമ്മുടെ ഇബാദത്തുകളെയും ഒക്കെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഗതികിട്ടാത്ത ആത്മാവുകൾ, പ്രേതങ്ങൾ, ഇങ്ങനെ പലതും നമ്മളെ നാട്ടിൽ പ്രചരിക്കുന്നു. ചില വീടുകളൊക്കെ ആളുകൾ താമസമൊഴിഞ്ഞു പോവുകയാണ്. എന്താ? അവിടെ പ്രേതമുണ്ട്, മരിച്ച മനുഷ്യന്മാർ ആത്മാവുകളുണ്ട്, അവിടെ താമസിക്കാൻ പറ്റൂല, ആളുകൾ ഒഴിവായി പോവുകയാണ്. പല സ്ഥലങ്ങളിലും വീടുകളും സ്ഥലങ്ങളും കച്ചവടം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം പോകുന്ന പലരും ഇത്തരം കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ അതിന്റെ പിന്നാലെ കൂടുന്നു. എന്താണ് ഇസ്ലാമികമായി ബർസഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അത് കൃത്യമായി പഠിച്ചാൽ ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അന്ധവിശ്വാസം ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. ആത്മാക്കളുടെ പേരിൽ തട്ടിപ്പുകൾ നടത്തുകയാണ്. ചൂഷണത്തിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി മരിച്ചാലും വിടൂല ചില മനുഷ്യന്മാര്. ആത്മാവുകളെ വരെ വിടാത്ത അവസ്ഥയാണുള്ളത്. ഈ ആത്മാവുകളുടെ പേരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും, തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ട്. ചില പണ്ഡിതന്മാർ പ്രസംഗിക്കുകയാണ്, ആത്മാവുകൾ വീട്ടുപടിക്കൽ വന്ന് നിൽക്കും, എന്നിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, യാചിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് മരിച്ചുപോയ മനുഷ്യൻ ആത്മാവ് വീട്ടുപടിക്കൽ വന്ന് പറയുന്ന. വീട്ടിലെ ആളുകളുടെ അവസ്ഥകളും വിശേഷങ്ങളും അവരറിയും. അവർ വീട്ടിൽ തന്നെ ഉണ്ടാകും. മരിച്ചാൽ കുറേ കാലം ആത്മാവ് വീട്ടിൽ തന്നെ ഉണ്ടാകും. പല വസ്തുക്കളുടെയും പല സൃഷ്ടികളുടെയും പല ജന്തുക്കളുടെയും ഒക്കെ രൂപത്തിൽ ആത്മാവുകൾ വീടിനും വീടിന്റെ പരിസരത്തും ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. വർഷത്തിൽ 7 ദിവസം മരണപ്പെട്ടവരുടെ ആത്മാവുകൾ അവരെ വീട്ടിലേക്ക് വരുന്ന ആ 7 ദിവസം, 1 ചെറിയ പെരുന്നാള്, 2 ബലി പെരുന്നാള്, 3 റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, 4 ബറാഅത്ത് രാവിന്റെ അന്ന്, 7 റമളാൻ, 5 റമളാൻ 27-ന്, 6 മുഹറം 10-ന്, പിന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലും. ഇങ്ങനെ വർഷത്തിൽ 7 രാവുകളിൽ മരണപ്പെട്ടവരുടെ ആത്മാവുകൾ വീട്ടിലേക്ക് വരും എന്ന് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഒരു തെളിവ്, ചെറിയ പ്രമാണമില്ല. അവരെ ആ ആത്മാവുകൾ വന്ന് പറയുന്നത്, ഹൽ മിൻ അഹദിൻ, ഈ ആത്മാവുകൾ ചോദിക്കുമത്രേ, യാ മൻ സക്കന ദാറന, ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ജീവിച്ച്, ഞങ്ങൾ വിട്ടുപോയ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവരെ അവർ വിളിക്കുമത്രേ. എന്നിട്ട് ചോദിക്കും, ഞങ്ങൾക്കൊന്നുമില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുന്നില്ലേ? ഒരു യാസീൻ ഓതുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അദ്കാറുകൾ നടത്തുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അത്രേ. അങ്ങനെ അവിടെ ആരെങ്കിലൊക്കെ അത് ഓതുന്നുണ്ടെങ്കിൽ റജഅ മസ്റൂറൻ, ആ ആത്മാവുകൾ സന്തോഷത്തോടെ പോകുന്ന. ഇല്ല എങ്കിൽ റജഅ മഹ്റൂമൻ, വളരെ വേദനയോടെ അവർ തിരിച്ചു പോകുമെന്നാണ്. ഇതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. മരിച്ച മനുഷ്യന്റെ ആത്മാവ് 3 ദിവസം കഴിഞ്ഞാൽ, ഒരു പ്രചരിപ്പിക്കപ്പെടുന്ന പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ് മതപണ്ഡിതന്മാര്. എല്ലാം ലാഭത്തിന്, ഭൗതിക ലാഭത്തിന് വേണ്ടി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം, മരണപ്പെട്ട 3-ാമത്തെ ദിവസം ആത്മാവുകൾ അള്ളാഹുവിനോട് പറയുമത്രേ, എനിക്ക് എൻ്റെ ശരീരം ഒന്ന് കാണാൻ വേണ്ടി പോണം, ബർസഖിൽ നിന്ന് എൻ്റെ ശരീരം ഒന്ന് കാണാൻ വേണ്ടി പോണെന്ന് പറയുക. അങ്ങനെ ശരീരം കാണാൻ വേണ്ടി ചെന്നപ്പോ അതിൽ പുഴുക്കളരിക്കുന്ന രംഗം കണ്ട് കരഞ്ഞുകൊണ്ടു പോരുന്ന. ഇത് 5-ന്റെ അന്നും 7-ന്റെ അന്നും ആവർത്തിക്കും. അങ്ങനെ ഈ ശരീരത്തിൽ പുഴുക്കളരിച്ച് ആ ശരീരം അങ്ങനെ ദുർഗന്ധം വന്ന് ഖബറിൽ പൊട്ടി ഒഴുകി
ഈ രംഗമൊക്കെ കണ്ടുകൊണ്ട് ആത്മാവുകൾ കരയുമത്രേ. എന്നിട്ട് പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്, അതുകൊണ്ടാണ് 3-ന്റെ അന്നും 5-ന്റെ അന്നും 7-ന്റെ അന്നും പെരയിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിച്ച് യാസീൻ ഓതി ഫാത്തി ഓതി പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞത് അതിനാണ് എന്ന്. 3-ന്റെ അന്നും 5-ന്റെ അന്നും 7-ന്റെ അന്നും ആത്മാവുകൾ വന്ന് ചോദിച്ച് കരയുമത്രേ, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് കരയും. അതിനാണ് ഹത്തം തീർക്കലും യാസീൻ ഓതലൊക്കെ അവിടെ. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒരു മാസക്കാലം ആത്മാവ് കറങ്ങി നടക്കുന്ന പറയണത് വരും. മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് ഒരു മാസക്കാലം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. കരയുന്ന മക്കള്, മാതാപിതാക്കള്, അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാര്, കൂട്ടുകാർ, ഇവരൊക്കെ കാണും. എന്നിട്ട് അവര് ഇവിടെ കടങ്ങൾ വീട്ടിയിട്ടുണ്ടോ, ഇവരെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നിട്ട് ഇയാൾ പറയുന്ന പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്, അവനാന്റെ വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ ആ CCTVയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവനാന്റെ കയ്യിലെ മൊബൈലിൽ കാണുന്ന ഒരു സംവിധാനമുണ്ട്. ഇതേപോലെ ആത്മാവുകൾ കാണുമത്രേ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഇതാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശവും ഞാൻ പറഞ്ഞു. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം പറഞ്ഞത്? ബർസഖ് എന്ന് പറഞ്ഞാൽ ബർസഖിൽ ശിക്ഷയുണ്ട്, ബർസഖിൽ ശിക്ഷയുണ്ട്, ബർസഖിൽ രക്ഷയുമുണ്ട്. സ്വർഗീയ സുഖങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്, നരകത്തിന്റെ ശിക്ഷയും അവർ അനുഭവിക്കുന്നുണ്ട് ബർസഖിൽ. ഇത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. നമുക്കറിയാൻ കഴിയില്ല, ഒരാൾക്കും അറിയാൻ കഴിയില്ല, നമുക്ക് അവരെ കുറിച്ചും അറിയാൻ കഴിയില്ല. മരണപ്പെട്ടു പോയാൽ ആത്മാവുകളെ ലോകത്ത് നിന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നതും അറിയാൻ കഴിയില്ല. സൂറത്ത് യാസീനിൽ സ്വാഹിബ് യാസീനിന്റെ കഥ പറയുന്നുണ്ട്. ആരാ സ്വാഹിബ് യാസീൻ? അല്ലാഹു തആല 3 പ്രവാചകന്മാരെ ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചു. ആദ്യ 2 ആളെ പറഞ്ഞയച്ചു, വഅസ്സസ്നാഹും ബിസാലിസിൻ, മൂന്നാമതൊരാളെയും പറഞ്ഞയച്ചു. ഈ 3 പേരെയും ആ നാട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുകയും ആ നാട്ടുകാർ ഈ പ്രവാചകന്മാരെ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. അപ്പോ വജാഅ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ, ആ പട്ടണത്തിൽ അങ്ങേയറ്റത്ത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ പ്രവാചകന്മാർക്ക് സപ്പോർട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇവരെ നമുക്ക് വിശ്വസിക്കാതിരിക്കണം? ഇവർ പറയുന്ന അല്ലാഹനെ നമുക്ക് ആരാധിച്ചൂടെ? ശിർക്ക് ഒഴിവാക്കിക്കൂടെ? ഇവരെ വിശ്വസിച്ചൂടെ? ഇവർ ഈ ദുനിയാവിൽ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത ആൾക്കാരാണല്ലോ, ഇവർ തന്നെയും നല്ല മനുഷ്യന്മാരായി ജീവിച്ച് നമ്മൾ കണ്ടവരാണല്ലോ, പിന്നെ എന്തിനിവരെ നിഷേധിക്കണം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനെ ആ നാട്ടുകാർ കൊന്നു. അങ്ങനെ കൊന്നിട്ട് ഇനി ആരെങ്കിലും ഇവർ ഈ പ്രവാചകന്മാർക്ക് സപ്പോർട്ട് പറഞ്ഞു വന്നാൽ അവരുടെ ഗതിയും ഇതുപോലെയായിരിക്കും എന്ന് പറഞ്ഞ് ഇവര് സന്തോഷം നടത്തുമ്പോ, ആനന്ദ നൃത്തം ചവിട്ടുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഒരാൾ മരിക്കുമ്പോ ആ മരിക്കണ സമയത്ത് അയാളുടെ അവസ്ഥ എന്താണ് അള്ളാഹുവിനും അയാൾക്കുമല്ലാതെ അറിയില്ല. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ എത്ര വേദന അനുഭവിക്കുന്നുണ്ട്. അയാൾ മലക്കുകളെ കണ്ട് സന്തോഷം കൊണ്ട് സന്തോഷിച്ചാണോ പോയത്, അതല്ല മലക്കുകൾ മുഖത്തും പുറത്തും അടിച്ച് റൂഹിനെ വലിച്ചൂരിയെടുത്തിട്ടാണോ മരണം? എങ്ങനെയാണ് ആ മനുഷ്യൻ മരിച്ചതെന്ന് ചുറ്റും കൂടിയിരിക്കുന്ന ഒരാൾക്കും അറിയാൻ കഴിയില്ല. എന്താണ് അയാളുടെ അവസ്ഥ എന്ന് മരിക്കണ സമയത്ത്. റൂഹിനെ കൊണ്ടുപോകാണ് ബർസഖിലേക്ക്. അല്ലാഹു തആല ഈ സാഹിബ് യാസീനിന്റെ ബർസഖ് നമുക്ക് പറഞ്ഞുതരാ. ഇതെന്തിനാ? പഠിക്കാനാണ്. മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ സാഹിബ് യാസീനിനെ നാട്ടുകാർ കൊന്നപ്പോ ഇവര് കൊന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോ നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ അള്ളാഹ് പറഞ്ഞുതരാ. അള്ളാഹ്ക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അത് ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞുതരാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്. ആ മനുഷ്യനെ ഇവർ കൊന്നപ്പം ഈ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താ അറിയോ? യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. യാ ലൈത ഖൗമി യഅലമൂൻ, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, റബ്ബിൽ വിശ്വസിക്കണം. ഞാൻ അവരെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹത്തെ അവർ കൊന്നത്. അത് കൊന്ന സമയത്ത് കേട്ടോളൂ നിങ്ങൾ, അല്ലാഹ് പറയാണ്, ഖീല ദുഖുലിൽ ജന്ന, ആ മനുഷ്യന് പറയപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞു. ആ സ്വർഗപ്രവേശനം ഏതാ? ബർസഖാണ്. ബർസഖിൽ കിട്ടുന്ന സ്വർഗീയ അനുഭൂതിയാണ്. കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അല്ലാഹ് പറയാ, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുക, സ്വർഗീയ സുഖങ്ങൾ, ബർസഖിലെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുക. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ, എന്നെ കൊന്ന ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു, വജഅലനി മിനൽ മുക്റമീൻ, അല്ലാഹു ബഹുമാനിച്ചാദരിച്ച്
അള്ളാഹു ആദരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാ സാഹിബ് യാസീൻ പറഞ്ഞത്. ഇത് സൂറത്ത് യാസീന. ഇത് മരിച്ച മയ്യത്തിന് ഓതി കൊടുക്കാനുള്ളതല്ല. ജീവിച്ചിരിക്കുമ്പോൾ 2 കാലിൽ നടക്കുമ്പോൾ പഠിക്കണം ഈ സൂറത്ത്. ആശയം മരിച്ച് ഈ മനുഷ്യൻ ബർസഖിലേക്ക് പോകുമ്പോൾ പറയാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം ഈ മനുഷ്യൻ പറയുന്നു, എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് അള്ളാഹ് അറിയിച്ചു തരികയാണ്, ഞാൻ സ്വർഗത്തിലേക്കാ പോണത്. ഇന്നവരെ കൊന്നതിന്റെ സന്തോഷം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ എല്ലാ പാപവും അള്ളാഹ് പുറത്തു തന്ന് അള്ളാഹ് എന്നെ ബഹുമാനിച്ചാദരിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോണത് സ്വർഗത്തിലേക്ക്. അത് ബർസഖ. അപ്പൊ സഹോദരങ്ങളെ, ബർസഖിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കാർക്കും അറിയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ആത്മാവ് ശുഹദാക്കൾ ആത്മാവാണ്. ആത്മാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ആത്മാവ് ശുഹദാക്കൾ ആത്മാവാണ്. ആ ശുഹദാക്കളുടെ ആത്മാവിനെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു പറയാണ്, അവരെക്കുറിച്ച് കേവലം മരിച്ചുപോയവർ എന്ന് നിങ്ങൾ പറയരുത്. സാധാരണ ഒരു മരണം പോലല്ല ശുഹദാക്കളുടെ മരണം. അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ ആൾക്കാർ അവർ സ്വർഗത്തിൽ ഇവരുടെ അർവാഹുകളെ, ആത്മാവുകളെ പച്ചപ്പറവകളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്, സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹു ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹുവേ, ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. ഒന്ന്, ഭൂമിക്കൊന്നും കൂടി പോണം. ഭൂമിയിലേക്കൊന്നും കൂടി പോയിട്ട് അവിടെ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. 2, ഞങ്ങൾ ആരോട് യുദ്ധം ചെയ്ത് ഷഹീദായോ അതേ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, അവരോട് ഒന്നുകൂടി യുദ്ധം ചെയ്യണം, എന്നിട്ട് ഒന്നും കൂടി ഞങ്ങൾക്ക് ഷഹീദാകണം. ഞാൻ പൂതിയുണ്ടെന്ന് പറയും. സഹോദരങ്ങളെ, ഈ സമയത്താണ് ഈ ആയത്തിറങ്ങണത്. അള്ളാഹ് പറയാണ്, തബത്ത മിന്നിയൽ കൗൽ. ഇങ്ങോട്ട് അർവാഹുകളുടെ ആത്മാവുകളുടെ ലോകത്തേക്ക് വന്നാൽ പിന്നെ ഇനി തിരിച്ചുപോക്കില്ല. അവർക്ക് ദുനിയാവുമായി ഒരു ബന്ധമില്ല. അവർക്ക് വീട്ടുകാരെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചോ ഒന്നും അവർക്കറിയില്ല. അവർ ബർസഖിലാണ്. അതാണ് മറ. ലാ യബ്ഗിയാൻ. ഖുർആൻ പറഞ്ഞില്ലേ, ഏതുപോലെ ആ കടലിലെ മറ പോലെ അതിങ്ങോട്ട് അതിക്രമിച്ച് കടക്കാൻ കഴിയില്ല. അതേ വാക്കാണ് അള്ളാഹ് ബർസഖ് ഉപയോഗിച്ചത്. ഒരിക്കലും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അത് ശുഹദാക്ക ആത്മാക്കളെ പറയണത് എന്ന് അള്ളാഹ് പറയും. ഈ 2ാമത്തെ കാര്യം എന്താ? നിങ്ങളുടെ ഈ സുഖങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്നല്ലേ? അത് ഞാൻ അറിയിച്ചു കൊടുക്കാം. എന്നിട്ടാണ് ആയത്തിറങ്ങിയത്, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബിശിറൂന ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ വഅന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഅ്മിനീൻ. ഈ ആയത്തിറങ്ങാണ്. സ്വർഗത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിനും ഫദ്ലുമാണ്. അവർ സന്തോഷത്തോടെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം വഹിയിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അവതരണത്തിന്റെ കാരണം അതാണ്. അപ്പൊ ബർസഖിൽ നിന്ന് മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വീട്ടിൽ വരാനോ വീട്ടുകാരെ ശല്യപ്പെടുത്താനോ അവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ ഇങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇതൊക്കെയും പല ആളുകളും ഇനിയും ഇസ്ലാം എന്നാവണമെന്നില്ല. ഇസ്ലാമിനപ്പുറത്തുള്ള ആളുകൾ പോലും കണ്ടില്ല നിങ്ങൾ, പ്രേതബാധ ഒഴിപ്പിക്കാൻ, ആത്മാക്കളെ പുറത്ത് തള്ളിക്കാൻ, ഒഴിവാക്കി വിടാൻ അതിനെന്താ പണി? അതിന് ഇത്ര വേണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് ഇന്ന പൈസ വേണം, ഇത്ര പൈസ മുടക്കണം, ഇന്ന രൂപത്തിലുള്ള പൂജകൾ ചെയ്യണം. നോക്കൂ, എല്ലാം ഇതിനു വേണ്ടിയാണ്. മരിച്ചുപോയവരുടെ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ തട്ടിപ്പും ചൂഷണം നടത്തുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ വിശ്വാസത്തിൽ ഇത് മാറിപ്പോയേണ്ട ഒരു പ്രശ്നം അതാണ്. രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല, നിർഭയത്വത്തോടെ ഉറങ്ങാൻ പറ്റൂല, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് എന്താണോ മരണപ്പെട്ടു പോയവരുടെ ആത്മാവുകളുടെ അവസ്ഥ എന്ന് ഖുർആനും സുന്നത്ത് പറഞ്ഞോ അത് അതുപോലെ വിശ്വസിക്കുക. ഫിറഔനെ കുറിച്ച് അല്ലാഹ് പറയാ, അന്നാറു യുറദൂന അലൈഹാ ഖുദുവ വഅശിയ. ബർസഖിൽ രാവിലെയും വൈകുന്നേരവും നരകം അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. വലനുദിഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ആ ദൂനൽ അദാബിൽ അദ്നാ എന്ന് പറഞ്ഞാൽ ബർസഖിലെ ശിക്ഷയാണെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചത്. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. ആ അദാബൽ ഹൂൻ എന്ന് പറഞ്ഞത് മരിക്കുന്ന സമയത്ത് മലക്കുകൾ അടിച്ച് അവരെ ആത്മാവിനെ പുറത്തെടുത്ത് കൊണ്ടുപോകും. മലക്കുകൾ പറയുന്നത് ഇനി നിങ്ങൾക്ക് അദാബൽ ഹൂൻ, അപമാനകരമായ ശിക്ഷ. ആ ശിക്ഷ ബർസഖിലെ ശിക്ഷ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹുവിന്റെ ദിക്ർ മറന്ന് തോന്നിയ പോലെ ജീവിച്ചവൻ,
അവന് കുടുസുള്ള ജീവിതം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ജീവിതം മഈശത്തൻ ലൻക, അത് ബർസഖിലാണ് എന്നാണ് ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബറാ ഇബ്നു ആസിബ് പറയാണ്, നസലത്ത് അദാബുൽ ഖബർ, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട്, ബർസഖിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ടാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ആ ഖബറാണ് ബർസഖ്. ഖബറിൽ മറമാടപ്പെട്ടവർക്ക് ഖബർ ബർസഖാണ്. ഇനി ചില ആൾക്കാർ വിമാനം കത്തിച്ചാമ്പലായി, ഖബറൊന്നും കിട്ടിയിട്ടില്ല, കത്തിച്ചിട്ട് കൊണ്ടേ ഒഴുക്കി ഒക്കെ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. എവിടെയാണോ ഉള്ളത് മരണത്തിന്, അതാണ് ബർസഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം എന്ന് പഠിപ്പിച്ചു. ചെറിയ 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 കാര്യങ്ങൾ വരെ റസൂൽ പറഞ്ഞു. ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്നു, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടു വഹീയിലൂടെ. റസൂൽ പറയുന്നുണ്ട്, ഒരാള് ചെറിയൊരു തെറ്റായി ചെയ്തത്, ഫകാന ലാ യസ്തതിറു മിനൽ ബൗലി, മൂത്രമൊഴിക്കുമ്പോൾ ഒരു മറ സ്വീകരിക്കാതെ പരസ്യമായി തുറന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ചു. മൂത്രത്തിന്റെ കാര്യത്തിൽ മൂത്രമൊഴിക്കാൻ, വൃത്തിയാക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആ വിഷയങ്ങളിലൊക്കെ നിസ്സാരമാക്കി കണക്കാക്കുന്നവര് കാണുന്നിടത്തൊക്കെ പോയിട്ട് മൂത്രമൊഴിക്കുക, അതിനൊന്നും ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ ഖബറിലെ ബർസഖിലെ ശിക്ഷയ്ക്ക് കാരണമാണ്. അതുപോലെ തന്നെ യംശി ബിൻ നമീമ, നമീമത്ത് പറഞ്ഞ് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും, ബർസഖിൽ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയവരുടെ ആത്മാവുകളെ കുറിച്ചോർത്ത്, ആ ആത്മാവുകൾ ഇനി വരുമോ, രാത്രി ഉറക്കം സ്വീപ്പാക്കോ, നമ്മളെ ബാധിക്കോ, നമ്മളെ ശരീരത്തിൽ കയറുമോ, നമുക്ക് വലുതുണ്ടാകോ, ഇങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളിൽ കിടന്ന് പ്രയാസപ്പെടാതെ, നമുക്കൊക്കെയും ഒരു റൂഹുണ്ട്. ആ റൂഹ് നമ്മളെ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആ റൂഹിന് കൊടുക്കേണ്ട അന്നം കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബർസഖിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബർസഖ് രക്ഷപ്പെടാൻ, ബർസഖിൽ ആനന്ദവും സന്തോഷവും കിട്ടാൻ, പുനരുദ്ധാരണ നാൾ വരെയുള്ള നമ്മുടെ റൂഹിന് ആശ്വാസം കിട്ടാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം അൽ ഇസ്തിഖാമത്തു ബിലുസൂമി തഅത്തില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന കാര്യത്തിൽ നേരെ ചൊവ്വേ നിലനിന്ന് ജീവിക്കാം, അതിൽ വക്രത കാണിക്കാതിരിക്കാം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹ് പറയാ, തുമ്മസ്തഖാമു, അള്ളാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച് നേരെ ചൊവ്വ ജീവിച്ചാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ മരണസമയത്ത് ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, പോവാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട. അങ്ങനെ ജീവിച്ച ആൾക്കാരോട് പറയുന്നത്, അബിശിറു ബിൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയും. സഹോദരങ്ങളെ, ഇത് ബർസഖുമായി ബന്ധപ്പെട്ടാണ്. വ അബിശുറു ബിൽ ജന്നത്തിലെത്തി കുൻതും തുഅദൂൻ. ഇപ്പം മരിക്കുന്ന സമയത്ത് ആത്മാവുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത മലക്കുകളെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിന് ശേഷം വരാനിരിക്കുന്ന ആ ബഅസ് വരെയുള്ള നിങ്ങളുടെ ബർസഖിൽ നിങ്ങൾക്ക് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇസ്തിഖാമത്താണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ രാത്രിയിലും സൂറത്തു തബാറക ഓതുക. റസൂലുള്ളാഹി പറഞ്ഞു, സൂറത്തു തബാറക ഹിയ അൽ മാനിഅതു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്താണ് സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക്. എന്നും രാത്രി ഓതുക. കിടന്നുറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയിരുന്നു, സഹാബത്ത് ഓതിയിരുന്നു. ഇത് മയ്യത്ത് പള്ളിക്കൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരോട് ഓതാനല്ല. മയ്യത്ത് കബറടക്കാൻ വേണ്ടി കബർസ്ഥാനിൽ ചെന്നിട്ട് കബറടക്കുമ്പോൾ അവിടെ നിന്നിട്ട് കബറിങ്ങൽ നിന്നിട്ട് തബാറക ഓതാനല്ല. ജീവിച്ചിരിക്കുമ്പം, ആ റൂഹ് പോകുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ തബാറക ഓതുക, അവനവൻ ഓതുക തബാറക. അതല്ലാതെ പൈസക്ക് ആളാക്കിയിട്ട് ഓതാനല്ല പറഞ്ഞത് റസൂലുള്ളാഹി പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തബാറക എല്ലാ രാത്രിയും ഓതിയാൽ അങ്ങനെ ഓതിയ വ്യക്തിക്ക് ഖബർ ശിക്ഷയിൽ നിന്ന്, ബർസഖ് ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാകും.
മൂന്നാമത്തെ കാര്യം അരിബാത്തു വശഹാദത്തു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനും കഴിയുക എന്നതാണ്. അതിന് സാധിച്ചുവെങ്കിൽ ഖബറിലെ ശിക്ഷ രക്ഷപ്പെടാൻ സാധിക്കും. റസൂലുള്ളാഹി പറയാണ്, റിബാത്ത് യൗമിൻ വലൈല ഖൈറും മിൻ സിയാമി ശഹ്രി വഖിയാമി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുക, ഒരു രാവോ ഒരു പകലോ, അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഒരു മാസം നോമ്പ് നോൽക്കുക, ഒരു മാസക്കാലം നിന്ന് നിസ്കരിക്കുക, അതിനേക്കാളും ഖൈറാണ്. വഇമ്മാത വജറ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലു. അങ്ങനെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് അങ്ങനെ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിച്ച് അങ്ങനെ അവൻ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടാൽ ഉജിരി അലൈഹി റിസ്ഖഹു, അവന്റെ ബർസഖിൽ അവന് റിസ്ക് പ്രതിഫലമായി നൽകപ്പെടും. വഅമിന മിനൽ ഫത്താൻ, ഏറ്റവും വലിയ കുഴപ്പക്കാരുടെ കുഴപ്പത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം കിട്ടും. ആരാണ് കുഴപ്പക്കാർ? ഫത്താൻ സുആലുൽ മലക്കൈനി ഫിൽ ഖബർ, ഖബറിലെ ചോദ്യം ചെയ്യപ്പെടുന്ന 2 മലക്കുകൾ, ആ മലക്കുകളിൽ നിന്ന് അവന് നിർഭയത്വം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി, ബർസഖിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. എങ്കിൽ സഹോദരങ്ങളെ, ഏത് സമയത്ത് എപ്പോൾ നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പോകുമെന്നറിയില്ല. ആ റൂഹുകളുടെ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ഖിയാമത്ത് നാൾ വരെ, യൗമുൽ ബഅത്ത് വരെ നമുക്ക് അള്ളാഹിന്റെ ആശ്വാസത്തിലും സമാധാനത്തിലുമാകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റിബാത്ത് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണ്. ദീനിനു വേണ്ടി, ദീനിനെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയുമുള്ള ഒരു സംരക്ഷണമാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇസ്ലാമിനെതിരിൽ ഒരുപാട് ഗൂഢമായ തന്ത്രങ്ങൾ ഇസ്ലാമിനകത്തും പുറത്തുണ്ട്. ഇസ്ലാം മുസ്ലിമായി ജീവിച്ചിട്ട് പുറത്തുപോയ ആൾക്കാരുണ്ട്. അതിനൊക്കെ എതിരിൽ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അത്തരം തിന്മകളിൽ നിന്നൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, വ്യത്യസ്തമായ ആളുകളുണ്ട്. അവരിൽപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർ. ഒരു വലിയ സംരക്ഷണമാണ് സമൂഹത്തെ അവർ നൽകുന്നത്. വരുന്ന തലമുറയെ ഈമാനിലും തഖ്വയിലും ഒക്കെയാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയൊരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മദ്രസ അധ്യാപകന്മാർ നമുക്കറിയാം, ചെറിയ ശമ്പളം വാങ്ങി ജീവിക്കുന്നവർ, വളരെ ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ മൊത്തത്തിൽ മദ്രസ അധ്യാപകർക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ കളക്ഷൻ നമ്മളെ പള്ളിയിൽ നടക്കും. നമ്മളെ കൊണ്ടാകുന്നത് മനസ്സറിഞ്ഞ് നമുക്ക് അവർക്ക് നൽകാൻ കഴിഞ്ഞാൽ, ആ നമ്മുടെ മക്കളെ ശരിയായ ദീനിൽ വളർത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മദ്രസയിലെ അധ്യാപകർക്കുള്ള ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് നമ്മളൊരു കൈത്താങ്ങായി മാറിയാൽ, നമ്മളെ കൊണ്ടാകുന്നത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമുക്ക് ഈ പറഞ്ഞ 3ാമത്തെ വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലും സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനിച്ചുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിച്ചുമാറാവട്ടെ. അവരെ ബർസഖ് അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാസ് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക വഅദാ അദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. وآخر دعوانا أن الحمد لله رب